പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫാഇൽ ഓർ മഫ്ഊൽ. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എല്ലാ വിഭാഗത്തിലുമുള്ള എല്ലാ ഭാഷയിലുള്ള പോലെ തന്നെ ഫാഇൽ മഫ്ഊലിൻ്റെ ക്രിയകൾ, അതിൻ്റെ റോളൊക്കെ എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ജസ്റ്റ് ഒന്ന് കായിന്ന് നോക്കാം. ഫാഇൽ എന്ന് പറഞ്ഞാൽ വോ ഇസ്മ ഹെ, അതൊരു ഇസ്മാണ്. ഏത് ഇസ്മാണോ ഫേല് ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു പ്രവർത്തനം, ആ രണ്ടും ഒന്ന് തന്നെ കേട്ടോ. അത് പൂർണ്ണമായും അഞ്ചാബദെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു ഇസ്മിനാണ് ഫായിൽ എന്ന് പറയുക. അതായത് ആ ജുംലയിലെ എല്ലാ പ്രവർത്തനവും ആ ഇസ്മിലായിരിക്കും ഒരുമിച്ച് കൂടുക. കാരണം എന്താ പറയുക, സുഹൈൽ വന്നു, അവിടെ ആ വരുന്നതാരാണ് സുഹൈൽ. അവിടെ നടക്കുന്ന ആ ജുംലയിലുള്ള അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആ ഇസ്മിൽ അടങ്ങിയിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആസിഫ് വന്നു, റാഷിദ് റൊട്ടി തിന്നു, റാഷിദ കരഞ്ഞു, ഹാമിദ് കായക തിന്നും. അതുകൊണ്ട് അതൊക്കെ ഒരാളാണ് ഫായിൽ. മനസ്സിലായില്ല? ഫായിലാണ് എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ളത്. ഈ മഫ്ഊൽ എന്ന് പറഞ്ഞാൽ റാഷിദാന റോട്ടി കായ്. അതായത് മഫ്ഊൽ എന്നാൽ ഏതാന്ന് പറഞ്ഞുതരാം. മഫ്ഊൽ എന്ന് പറഞ്ഞാൽ വോ ചീസ്, അതൊരു വസ്തുവോ അല്ലെങ്കിൽ ഒരു തടിയോ ആകുന്നു. ഏതാണോ ജിസ്പർ അതിൽ കോയി ഫീൽ വാക്കി ഹുവ, അതിൽ ഏതോ ഒരു ഫീൽ സംഭവിച്ചു എന്നുള്ള ഒരു വസ്തുവിൻ്റെ മേലിലാണ്. അതായത് ആ വസ്തുവിൻ്റെ മേലിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി സംഭവിക്കും. അങ്ങനത്തെ വസ്തു കാര്യങ്ങൾക്കൊക്കെയാണ് എന്ത് പറയുക, മഫ്ഊൽ എന്ന് പറയുക. അതായത് ഇപ്പോൾ ഇവന് അടിച്ചു അതിനെ, അപ്പോൾ ആ അടിച്ച കാര്യം സംഭവിക്കപ്പെട്ട ഏതൊരു ഫീലുണ്ട്, അതിനെയാണ് എന്താ പറയുക, മഫ്ഊൽ എന്ന് പറയുക. നമ്മൾ അർത്ഥം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. റാഷിദ് റൊട്ടിയെ തിന്നു. അപ്പോൾ റാഷിദ് തിന്നത് ഏതോ ഒരു വസ്തുവിനെയാണ് കേട്ടോ. അപ്പോൾ ഏതോ ഒരു സംഭവം സംഭവിച്ചതിൻ്റെ മേലിൽ ഉള്ള ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു തടിയോ ആണ് എന്ത്, മഫ്ഊൽ എന്ന് പറഞ്ഞാൽ. അതായത് റാഷിദ റൊട്ടി തിന്നു, ഹാമിദിനെ കിതാബ് ഹാമിദ് കിതാബ് വായിച്ചു. ഹാമിദ് വായിച്ചു എന്തിനെ, കിതാബിനെ. അപ്പോൾ ആ വായിക്കുക എന്നുള്ള ഫീല് സംഭവിച്ചത് ആ വസ്തുവിൻ്റെ മേലിലാണ്. അപ്പോൾ അതിന് മഫ്ഊൽ അറിയും. നമുക്ക് മഷ്ക്, ഇത്രേ ഉള്ളൂ സംഭവം കേട്ടോ. സിമ്പിളാണ് പരിപാടി. മഷ്ക് എന്താ വെച്ചാൽ ഒന്ന് മുന്ദരിജാതയിൽ ജുംലമേസ് ഫായിൽ അലക്കർക്ക് ചെയ്യാം. അതായത് താഴെ വരാൻ പോകുന്ന ജുംലകളിൽ നിന്ന് ഫായിലിനെ വേർതിരിച്ചെയ്ത. ഒന്ന് ബസ് തേസ് ചൽത്തി ഹെ, ബസ് പെട്ടെന്ന് പോകുന്നു. റാഷിദിനെ കലം ഖരീദ. 2 റാഷിദ് പേന വാങ്ങി. 3 ഉസ്താദ് സ്കൂൾ ജാത്ത, ഉസ്താദ് സ്കൂളിലേക്ക് പോകുന്നു. 4 എൻ്റെ സഹോദരൻ മേരാ ദോസ്ത് കേൽ രഹാ ഹെ, എൻ്റെ സുഹൃത്തു കളിച്ചുകൊണ്ടിരിക്കുന്നു. 5 താലിബെ ഇൽമു ഉസ്താദിക്ക് ഖിദ്മത്ത് കർത്താ ഹെ, താലിബെ ഇൽമു വിദ്യാർത്ഥി ഉസ്താദിന് ഖിദ്മത്ത് കർത്താ ഹെ, സേവനം ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള ഫായിൽ ഏതാന്ന് വേർതിരിച്ചെയ്താ. 1 നമ്പർ ഇടാം. എന്നിട്ട് മുന്ദരിജ ദേൽ ജുംലോമെ അത് മൊത്തം എഴുതിയതിന് ശേഷം എന്താക്കുക, 1, അതായത് 1 നമ്പർ ഇട്ടിട്ട് അതിലുള്ളത് ഏതാ, ഫായിൽ ഏതാന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ. രണ്ടാമത്തെ മുന്ദരിജ ദേൽ ജുംലോമേസ് മഫ്ഊൽ ലിഖിയ, മഫ്ഊലിനെ വേർതിരിച്ചിട്ട് എഴുതിയാലും. അതായത് 1 അസ്ലം കിതാബ് എടുത്ത, അസ്ലം കിതാബ് വായിക്കുന്നു. 2 ബില്ലി ചൂഹെ പക്കത്തി ഹെ, പൂച്ച എലിയെ പിടിക്കുന്നു. 3 കുട്ടികൾ ലഡ്കേനെ, കുട്ടികൾ ബാപ്കോ ദേക്ക, ഉപ്പയെ നോക്കി. 4 ഹാത്തി ഗുനാ കാത്താ ഹെ, അതായത് ആന പഴക്കൊല എന്താകുന്നു, തിന്നുന്നു. 5 ഹാമിദിനെ ടോപ്പി പഹനി, ഹാമിദ് ടൊപ്പി ധരിച്ചു. അപ്പോൾ ഇതിലില്ല മഫ്ഊൽ ഏതാണോ അത് വേർതിരിച്ചെയ്താ. ഇനി 3 ജുംലയിൽ എഴുതിയാലും. 1 3 ഫീലിയ ജുംല ലിഖിയെ, 3 ഫീലുകൾ എന്താക്കുക, ജുംലയിൽ എഴുതാം. എങ്ങനത്തെ രീതിയിലാണോ, ജിന്മേ ഫായിൽ ഹോ, അതിൽ ഫായിൽ ഉണ്ടാവണം. അപ്പോൾ ഫായിലുള്ള 3 ജുംല എഴുതാം. അടുത്ത 3 ഫീലിയ ജുംല ലിഖിയെ, ഫീലിയ 3 ജുംല എഴുതാം. അത് എങ്ങനെയാണോ, ജിന്മേ മഫ്ഊൽ ഹോ, അതിൽ മഫ്ഊൽ ഉണ്ടാകണം. അപ്പോൾ ഫായിലും മഫ്ഊലും ഉണ്ടാകണം. ഫസ്റ്റത്തേൽ ഫായിലിന് പ്രധാനം കൊടുത്തിട്ട് ഫായിൽ എഴുതാം. മറ്റേതെന്താണ്, ഫീൽ. ഓക്കെ. അല്ല, ഫീലല്ല, എന്താ പറയുക, മഫ്ഊലിന്. നമ്മൾ ഉദാഹരണം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത്. ഓക്കെ. ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ടൈം എടുത്തിട്ട് അത് എഴുതാം. ഓക്കെ. അസ്സലാമു അലൈക്കും.